എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഈ കാണിക്കുന്ന കണക്ക് ഇത് ഫ്രില്ല് നമ്മൾ ഫ്രോക്കുകളിൽ വെച്ച് പിടിപ്പിക്കുന്നതാണ്. ഈ ഒരു സാധനം വെറുതെ നമ്മൾ സൂചിയും നൂലും വെച്ച് കൊരുത്തൊരു ഫ്ലവർ ആക്കി എടുക്കുക ചെയ്യുന്നത്. ഒരു ബോ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നമുക്ക് ഇത് ഫ്ലവർ ആക്കി എടുക്കാം. ആ ഒരു പിപ്സ്, അതായത് പൂമ്പൊടി അവിടെ ഇരിപ്പുണ്ട്. അത് വെച്ച് നമ്മൾ എത്രത്തോളം ഒരു ബോ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ഇത് വെറുതെ നമ്മളൊരു സൂചി നൂല് കൊരുത്തതിന് ശേഷം അത് കൊരുത്ത് ഇങ്ങനെ എടുത്തതിന് ശേഷം ലാസ്റ്റ് അതിങ്ങനെ കെട്ടിയെടുക്കുമ്പോൾ ഒരു ഫ്ലവർ മോഡലാവും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ ബോയിൽ അത് ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ക്വിക്ക് ഫ്ലെക്സോ വെച്ച് ഒട്ടിച്ച് വെച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് വീണ്ടും വേണമെങ്കിൽ കളറുകൾ ചേഞ്ച് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ തന്നെ റെഡ് കളറിൽ പിന്നെ ഫ്രില്ല് എന്ന് പറയാം, അല്ലെങ്കിൽ ലേസ് നമ്മൾ ഈ ഫ്രോക്കുകളിൽ വെച്ച് പിടിപ്പിക്കുന്ന തയ്യൽക്കാരത് യൂസ് ചെയ്യുന്നതാണ്. അത് വാങ്ങിച്ച് 1 മീറ്റർ വാങ്ങിച്ചാൽ നമുക്കൊരു 2-3 ബോ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ കിട്ടും. ഇനി അതിൻ്റെ ഒരു സെൻറ്ററിലെന്ന് വെച്ചാൽ നമ്മൾ മുത്തുകൊണ്ട് ബീഡ്സ് കൊണ്ട് തച്ച് പിടിപ്പിക്കുക. അതും കൊരുത്തെടുക്കുകയാണ്. ഏറ്റവും അടിയിൽ വേണം ഇതിൻ്റെ കെട്ടിട്ടിട്ട് മുകളിൽ കൂടെ കൊരുത്ത് അത് അടിയിൽ കൊണ്ടുവന്ന് കെട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഞാനൊരു 3-4 എണ്ണം റെഡിയാക്കി. അത് വെറുതെ സിമ്പിളായിട്ട് നമുക്ക് വില കുറഞ്ഞ് കിട്ടുന്ന ഒരു ബോയുടെ കമ്പിയാണ്. അപ്പോൾ അതിലോട്ട് വെറുതെ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട്, അതായത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. സൂചി നൂലും വെച്ച് അത് കൊരുത്ത് അവസാനം ലാസ്റ്റ് അത് 2 എൻഡും കൂടി വെച്ച് കെട്ടി എടുത്ത് മാറ്റുകയാണ്. അതിൻ്റെ ഏറ്റവും മുകളിൽ വേറെ ഒരെണ്ണവും കൂടി ഇതുപോലെ തച്ച് പിടിപ്പിച്ചത് അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ചതിന് ശേഷം അത് തച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇളവി പോകാൻ വഴിയില്ല. ഇനി ഇതെല്ലാം കൂടി ഫെവി ബോണ്ടിലും വെച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സൂചി നൂലും വെച്ച് ഏറ്റവും അടിഭാഗത്തു നിന്നേ വേണമെങ്കിൽ അത് വേണമെങ്കിൽ ആ ബോയിൽ തച്ച് പിടിപ്പിക്കുകയും ചെയ്യാം. അപ്പോഴാകുമ്പോൾ ഒരു കാരണവശാലും അതിൽ നിന്ന് ഇളവി പോകത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ക്വിക്ക് ഫ്ലെക്സ് വെച്ചും ഇത് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഏറ്റവും മുകളിൽ വേണമെങ്കിൽ നമുക്ക് കല്ലുകൾ വേണമെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്കൊരു കുഞ്ഞുങ്ങളുടെ ബോ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പം വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമ്മളെ മക്കൾക്ക് നമുക്ക് ബോ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ബോയുടെ ഒരു കമ്പി നമുക്ക് കുറച്ച് വാങ്ങിച്ച് വെച്ചതിന് ശേഷം വേണമെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ അത് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടുന്ന ഡിസൈൻ അനുസരിച്ച് പല കളറിൽ ഫ്ലവേഴ്സ് വേണമെങ്കിൽ, ഇതിന് മുന്നേ ഞാൻ ബോ ഡെക്കറേഷൻ കാണിച്ചിട്ടുണ്ട്. പല മോഡലിൽ വേണമെങ്കിലും ഫ്ലവേഴ്സുകൾ വെച്ച് വളരെ മനോഹരമായിട്ട് നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളത്. ഇതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു തയ്ക്കുന്ന ഫ്രില്ല് യൂസ് ചെയ്ത് അത് നമ്മൾ തച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും സെൻറ്ററിൽ മുത്ത് ഒട്ടിച്ച് വെക്കുകയല്ല ചെയ്തത്, അതും തച്ച് പിടിപ്പിച്ചതാണ്. ലാസ്റ്റ് നമ്മൾ ആ ഫെവി ബോണ്ടിൽ ഒട്ടിച്ചെടുക്കുക. അല്ലെങ്കിൽ ക്വിക്ക് ഫ്ലെക്സ് ആയാലും മതി. ക്വിക്ക് ഫ്ലെക്സ് ആകുമ്പോൾ ലിക്വിഡാണ്, അത് നമ്മുടെ കയ്യിൽ പറ്റാതെ നോക്കിക്കൊണ്ടാൽ മാത്രം മതി. അതാകുമ്പോഴത്തേക്ക് നമ്മളെ കയ്യിൽ പറ്റിയാൽ പെട്ടെന്ന് അത് സ്റ്റിക്ക് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഫെവി ബോണ്ട് വെച്ചാണ് ഞാനിവിടെ ഒട്ടിച്ചിരിക്കുന്നത്. ഫെവി ബോണ്ട് ഇളകി പോയാൽ തന്നെ നമുക്ക് വീണ്ടും അത് പേസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് ഇളകി പോവാത്തതാണ് ഫെവി ബോണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മനോഹരമായിട്ട് വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ബോയുടെ നമുക്ക് കുറച്ച് വാങ്ങിച്ച് വെക്കാമെങ്കിൽ നമുക്ക് പല ഫ്ലവേഴ്സുകൾ, പല കളറിലെ ഫ്ലവേഴ്സുകൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ മനോഹരമാക്കി.